ബ്രോ നിങ്ങൾ ഈ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകുന്നോണ്ട് കറക്റ്റ് ആയിട്ടൊന്നും മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമോ? നേരെ വണ്ണം ക്ലിയർ ആവുന്നില്ല ഒന്ന്. ജസ്റ്റ് ഒന്നുമില്ല, ഏഷ്യൻ്റെ ഹൈ എടുത്തു. ഓക്കെ, 15 മിനിറ്റിൽ ഏഷ്യൻ്റെ ഹൈ എടുത്തു. ക്ലിയർ. പിന്നെ നേരെ എന്ത് ചെയ്തു, നമ്മൾ എൻട്രി അഥവാ കൺഫർമേഷൻ നോക്കാറുള്ളത് 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റ്, ഈ ചെറിയ ചെറിയ ടൈം ഫ്രെയിമുകളാണ്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ നമ്മൾ 3 മിനിറ്റ് എടുത്തിട്ടുണ്ട്. 3 മിനിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇവിടെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് സ്ട്രക്ചർ ഫിറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു FUG പ്ലസ് ഓർഡർ നമ്മൾ വെയിറ്റ് ചെയ്യണത്. ഇവിടെ ഒരു FUG ഉണ്ട്, പക്ഷെ എന്താണ്, ഇവിടെ FUG ഉണ്ട്, പക്ഷെ ഓർഡർ ബ്ലോക്ക് തന്നിവിടെയാണ്. അപ്പോൾ നമ്മൾ രണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഇവിടെ വരും. പക്ഷെ 182 റിവാർഡ് വെച്ച് ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല. കാരണം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, അപ്പോൾ കൂടുതൽ റിയാക്ഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിവിടെ എൻ്റെ നോക്കാത്തത്. ഓക്കെ, നമ്മൾ 182 ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്ലേസ് ചെയ്യുള്ളൂ. ചിലപ്പോൾ പ്രൈസ് പോവാം, പക്ഷെ നമ്മളൊരു 50 മിനിറ്റ് ഓർഡർ ബ്ലോക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ ഈ ഓർഡർ എടുത്തതാണ്? ഇല്ലല്ലോ, എടുത്തിട്ടില്ല. എടുക്കാൻ നേരം പറയണേ. എടുക്കുമ്പോൾ പറയും എന്തെടുക്കാനാണോ പറയും. അതേപോലെ തന്നെ യൂറോ USD ഇതേപോലെ തന്നെ ബൈ സൈഡിൽ പിടിച്ച് എടുത്തു. അതായത് ഏഷ്യൻ്റെ ഹൈ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിത് MSSC ഇവിടെ നമ്മളൊരു ഈ ഒരു ലോ ബ്രേക്കാണ്. ഈ ഒരു ലോ ബ്രേക്കായി നമുക്ക് സെല് നോക്കാം. ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇത് BMSന്റെ ലോ വരുന്നത് അതിന്റെ താഴല്ലേ, അപ്പം അതിന് മുകളിലുള്ളത് എങ്ങനെയാണ് MSS ആയിട്ട് എടുത്തത്? നിങ്ങളിപ്പോ മാർക്ക് ചെയ്ത MSS ഇല്ല, അതിന്റെ താഴല്ലേ ശരിക്കും ആ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന്റെ ലോ വരുന്നത്? ആൾറെഡി നടന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അഥവാ MSS ഇവിടെ നടന്നിട്ടുണ്ട്. അല്ല, നിങ്ങളിപ്പോ MSS മാർക്ക് ചെയ്തിട്ടില്ലേ? അപ്പൊ ശരിക്കും ആ ഒരു ഇതിന്റെ പുഷപ്പ് വരുന്നത് നിങ്ങൾ SSL നിട്ട ഒരു ലോ അല്ലേ വരുന്നത്? അതല്ലേ ശരിക്കും MSS വേണ്ടത്? അല്ലല്ല, ചെറിയ ടൈം ഫ്രെയിമിലല്ലേ. ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് അവിടെ ഒരു ലോവറിലോ ബ്രേക്ക് ചെയ്താൽ മതി MSS കിട്ടാൻ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത് ചില ഇതില്. അല്ല, നമ്മള് 50 മിനിറ്റിൽ നമ്മൾ പൈസ കൂടിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി. ഓക്കെ, പിന്നെ 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിലാണ് നമുക്ക് MSS കിട്ടുന്നത്. 3 മിനിറ്റ് 2 മിനിറ്റിൽ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, MSS കിട്ടിയിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ വെതറാണ് അപ് ട്രെൻഡ് കണ്ടോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. പിന്നെ എന്ത് ചെയ്തു, പ്രൈസ് നേരെ ഡൗൺ ആയി. ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. എന്ത് ചെയ്തു, ഈ ലോവർ ലോനെ ബ്രേക്ക് ചെയ്തു, അത് MSS കിട്ടി. സാർ, ആ ഫസ്റ്റ് MSS വന്ന സ്ഥലത്ത് നമുക്ക് ട്രേഡ് എടുക്കായിരുന്നോ? ട്രേഡ് എടുക്കാനായിട്ടില്ല, കാരണം ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ഇതൊരു ഫെയിലാവാം. ചിലപ്പോൾ എന്ത് ചെയ്യാം, ചിലപ്പോൾ ഈ ഓർഡർ ബ്ലോക്ക് എടുത്തിട്ട് മുകളിലോട്ട് പോവാം. ഫെയിലായി കഴിഞ്ഞാൽ അഥവാ ഈ ലോവർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സെല്ലന്നെ സാർ നമ്മൾ JPY പേർ നോക്കാറുണ്ടോ? സിംഗിളുകൾ മാത്രമേ നോക്കാറുള്ളൂ. യൂറോ JPY ഒരു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. യൂറോ JPY നോക്കോ? നമ്മള് യൂറോ USD GBP ഈ പേരുകൾ മാത്രമാണ് സ്കാൽപ്പിങ്ങിന് ഫോക്കസ് ചെയ്യുന്നത്. ഇത് രണ്ടുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഓക്കെ. എന്ത് റീസൺ ഉണ്ടോ അതിനെന്തെങ്കിലും? ഞാനിപ്പോ ഇന്നലെ അറിയാൻ വേണ്ടി. രണ്ട് പേരുകൾ മാത്രം നോക്കുക. ഓക്കെ ഓക്കെ. വേണമെന്നുണ്ടെങ്കിൽ വരുന്ന മറ്റുള്ള പേരുകളൊക്കെ നോക്കാം. ഓക്കെ ഓക്കെ. സാർ ഇപ്പൊ പറഞ്ഞില്ലേ നമ്മളിപ്പോ അവിടെ നിന്ന് ട്രേഡ് നോക്കാത്ത കാരണം അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടെന്ന്. അതിന്റെ തൊട്ട് അടിയിലത്തെ മറ്റേ SSL സെൽ സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്തില്ലേ, അതും ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരത്തില്ലേ? അതൊരു ഓർഡർ ബ്ലോക്കായി വരിക ചോദിച്ചു കഴിഞ്ഞാലും അതും ഒരു ഓർഡർ ബ്ലോക്ക് ആയിട്ട് വരാം. ആണ് ഇതല്ലേ പറഞ്ഞേ? അതന്നെ.
പക്ഷെ അവിടുന്ന് എന്താ വെച്ചാല് റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, റിയാക്ഷൻ ഉണ്ടാവും. പക്ഷെ ഈ ഡൗണിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു FET ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ. ആ FET എടുത്തിട്ട് എന്ത് ചെയ്യും, വീണ്ടും താഴെ വരും. എന്നിട്ട് ഈ സബ്സ്ട്രേറ്റ് അപ്പൊ എടുത്തിട്ട് ഓർഡർ ബ്ലോക്കിനെ ഇതാക്കില്ല, റെസ്പെക്ട് ചെയ്യത്തില്ല. അതന്നെ പറഞ്ഞത്, ഈ ഓർഡർ ബ്ലോക്കിൽ റിയാക്ഷൻ വരും. ഓക്കെ ഇവിടെ ഓക്കെ വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഡൗൺ ഉണ്ടല്ലോ, ഈ ഒരു താഴ്ച എന്ത് ചെയ്യും, ഒരു FET ആയി മാറിയിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ FET എടുത്തിട്ട് എന്ത് ചെയ്യും, പ്രൈസ് വീണ്ടും താവും. അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഇന്നലെ ഇല്ലേ സാറെ, ഗോൾഡില് കഴിഞ്ഞ ദിവസത്തെ ഏഷ്യൻ ലോ എടുത്തിട്ടുണ്ടായിരുന്നു. ഏഷ്യൻ ലോ എടുത്തിട്ട് അവിടെ നിന്ന് ഒരു റിയാക്ഷൻ വന്നു. പക്ഷെ അപ്പോഴേക്കും ആ റിയാക്ഷൻ കറക്റ്റ് ആയിട്ട് ഒരു FEGക്ക് വന്നിട്ട് അവിടെ FEG തട്ടിയിട്ട് നിലത്ത് പിന്നെയും പോയി. പിന്നെ ഒറ്റ പോക്കാ പോയ മുകളിലേക്ക്. ഇതാ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഇന്നലെയാണോ? ആ ഇന്നലത്തെ ഏഷ്യൻ ലോ എടുത്തു. അത് ഏഷ്യൻ ലോ എടുത്തിട്ട് ഒരു FEGക്ക് ഒരു 50 മിനിറ്റ് FEGന്റെ അവിടെ അതെ അത് തന്നെ റിയാക്ഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെയും സ്വീപ്പ് ചെയ്തു ലിക്വിഡിറ്റി, പിന്നെ ഒറ്റ മുകളിലോട്ട് പോയി. ഇത് ഏഷ്യയിലാണ്. ഏഷ്യയില് പുഷ് വന്നെ. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി കഴിഞ്ഞ ദിവസത്തെ ഏഷ്യൻ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് പുഷ് ഉണ്ടായിരുന്നു പറഞ്ഞു. ഒരു FEGന്റെ അവിടേക്ക് പോയി, പിന്നെ അവിടെ നിന്ന് ഒറ്റ നെൽത്തിക്ക് പുഷ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ ഈ സ്ട്രക്ചർ ഷിഫ്റ്റ് ആവണമെങ്കിൽ അഗൈൻ വോൾട്ടേജ് ഹൈ പോകാൻ ചാൻസ് ഉണ്ട്. സാറെ കേൾക്കുന്നില്ല കേട്ടോ. ഇല്ല, ഓഡബിൾ അല്ല. ഇപ്പൊ റെഡി ആയി. അഥവാ ചിലപ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്താലേ ആ ഒരു MSS FEG കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വോൾട്ടേജ് ഹൈയിലൂടെ തന്നെ പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം. സാറെ മാർക്കറ്റ് എപ്പോഴും ഹൈ ടൈം ഫ്രെയിം FEGക്കാണോ കൂടുതൽ റെസ്പെക്ട് കൊടുക്കുക? അതെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോ 15 മിനിറ്റിൽ വലിയൊരു FEG ഉണ്ടല്ലോ അവിടെ. 30 മിനിറ്റ് നമുക്ക് വലിയ ടൈം ഫ്രെയിമിൽ നോക്കി, വലിയ ടൈം ഫ്രെയിമാണ് കൂടുതലും. അതാണ് സിംപ്ലുകളൊക്കെ നമ്മൾ കൂടുതലും സിംപ്ലുകളാണ് ഫോക്കസ് ചെയ്യാറുള്ളത്. ഇവിടെ കാൽക്കുലം നോക്കാറുണ്ട് തന്നെ ഉള്ളൂ, പക്ഷേ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്ന സിംപ്ലുകളാണ്. സിംപ്ലുകളൊക്കെ പറയുമ്പോൾ വലിയ വലിയ ടൈം ഫ്രെയിമുകളാണ്, അതാണ് കൂടുതലും മാർക്കറ്റ് റെസ്പെക്ട് ചെയ്യുന്നത്. പിന്നെ സെഷൻ്റെ ടൈമുകളിൽ ചെറിയ ഈ ഒരു 50 മിനിറ്റ് ഇതിൻ്റെ ചെറിയ റിയാക്ഷൻസ് ഉണ്ടാവും. ഇങ്ങനത്തെ റിയാക്ഷൻസ് നമ്മൾ ഈ ടൈമുകളിൽ മാത്രം ക്യാച്ച് ചെയ്യുന്നു.
ഹലോ സാറേ, നമ്മൾ ഈ ഏഷ്യൻ സെഷൻ്റെ ഒക്കെ ഹൈ നോക്കുന്ന സമയത്ത് ഈ കിൽസോണിന്റെ ഹൈ ആണോ നോക്കേണ്ടത് അല്ലെങ്കിൽ സെഷന്റെ ഹൈ? സെഷന്റെ ഹൈകൾ. ഓക്കെ. സാർ, ഞാൻ ഈ ലൈവിൽ ഇത്തിരി ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഇപ്പൊ നമ്മളൊരു സെല്ലൻഡർ ആണ് നോക്കുന്നത്, മറ്റേ യൂറോ യൂഎസ്ഡിയില്. ഓക്കെ, അപ്പൊ ആ യൂറോ യൂഎസ്ഡിയുടെ ചാർട്ടും ജസ്റ്റ് ആ താഴത്തെ ഇത് ബ്രേക്ക് ചെയ്തിട്ട് റിട്ടേൺ FVG പോകാനാണ് നിൽക്കുന്നത്. ഹലോ, ബ്രേക്ക് ചെയ്താലേ എൻട്രി നോക്കുന്നുള്ളൂ. അതായത് ഇപ്പൊ ഈ ആ ലിക്വിഡിറ്റി ഇപ്പൊ അവിടെ നിൽക്കുന്ന ഇത് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ റിട്ടേൺ FVG പോയി കഴിയുമ്പോഴാണ് നമ്മൾ സെല്ലിന് നോക്കണത്. അതെ അതെ, അത് ലോ ബ്രേക്ക് ചെയ്യും വേണം, FVG ക്രിയേറ്റ് ചെയ്യും വേണം. ഓക്കെ ഓക്കെ. എന്നാലേ ഉള്ളൂ. സാറേ, ഗോൾഡിന്റെ കേസില് പിന്നെ ലാസ്റ്റ് ഡേ ഹൈ അത് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി താഴത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോ? ഗോൾഡ് ലാസ്റ്റ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഗോൾഡ് ഞാൻ കാണുന്നത് ബൈ ചാൻസ് ആണ്. ആണല്ലേ? അപ്പൊ ലാസ്റ്റ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിവേഴ്സലിനുള്ള ചാൻസ് ഉണ്ടോ? ചെറിയ റിവേഴ്സൽ വരാം. എങ്ങനെയാ വെച്ചാല് ഇവിടെ ഗോൾഡ് വീക്കിലി ഒരു FVG എടുത്ത് നിൽക്കണം. വീക്കിലി FVG എടുത്ത് നിൽക്കുക. അപ്പൊ ഇനി ഒരു 4 hour ഒക്കെ നോക്കുമ്പോ ഇതിലൊരു ഉണ്ടോ, ഇതിലൊരു MSS കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, ഇനി ഒരു ക്യാൻഡിൽ കൂടെ ക്രിയേറ്റ് ആയാൽ എന്ത് ചെയ്യും? ഇവിടെ ഒരു FVG മാറും. FVG മാറും. അങ്ങനെ FVG ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? ആ FVGയിലോട്ട് മുകളിലേക്ക് പോലെ. പ്രൈസ് വന്നിട്ട് പോകും. ഓക്കെ, താങ്ക് യു. സാറിന് മറ്റേ ട്രേഡിംഗ് വ്യൂ പ്രീമിയം അക്കൗണ്ട് ആണോ അതോ? അത് പ്രീമിയം ആണ്. പ്രീമിയം ആണെന്നൊന്നുമില്ല. അല്ല, കാരണം എന്താ ഞാൻ ചോദിക്കുന്നത് അറിയോ? ഇപ്പൊ എന്റെ ട്രേഡിംഗ് വ്യൂ ഞാൻ മേടിച്ചിട്ടൊന്നുമില്ല, ഡെമോ മാരത്തെ ഇത് തന്നെയാ. അതിൽ 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ഒന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. അതില് അതാ ഞാൻ പറഞ്ഞത്, പ്രീമിയം ഉണ്ടെങ്കിൽ 2 മിനിറ്റും 3 മിനിറ്റും കിട്ടുള്ളൂ. ഓക്കെ, അത് വേണമെന്നില്ല, 135 മതിയാവും. ഓക്കെ ഓക്കെ. 3 മിനിറ്റ് കിട്ടുന്നുണ്ട് നോർമല്. അതെ, 3 മിനിറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ 2 മിനിറ്റ് വരുന്നില്ല. 1 മിനിറ്റ് കിട്ടുന്നുണ്ട്. 135 2 മിനിറ്റിന് പ്രീമിയം. സാർ, ഞാൻ കുറച്ചൊരു ഓൺലൈൻ ഉണ്ടായിരുന്നില്ല. GBP/USD നമ്മൾ എടുക്കാതിരിക്കാനുള്ള കാരണം എന്താ ഒന്നും അറിയാൻ പറ്റുമോ? GBP/USD നമ്മളെ റിസ്ക് റിവാർഡ് ഓക്കെ ആവില്ല. അഥവാ നമ്മൾ ഇവിടുന്ന് ഒരു ട്രേഡ് പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഓക്കെ, വലിയ SL വരും അല്ലേ? വലിയ SL വരും. അപ്പോൾ 1:2 ഇല്ല, അതുകൊണ്ട് കയറാറുണ്ട്. സാർ, ഇപ്പൊ അതാ ലോ സ്വീപ്പ് ചെയ്തില്ല, ഇനി നമ്മളൊരു FVG വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. അതെ അതെ അതെ.
ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. പിന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഇതില്ലേ, നമ്മൾ എന്താ പറയുന്നത്, MSS-ഉം BMS-ഉം കണ്ടിട്ട് ഇവിടെ മേലെ സപ്പോർട്ടും റെസിസ്റ്റൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പം നമുക്ക് സെല്ലും റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബൈ എടുക്കേണ്ട ഓപ്ഷൻ, അങ്ങനത്തെ എന്തെങ്കിലും ഓപ്ഷൻ അത് നമുക്ക് വർക്കൗട്ട് ചെയ്യുമോ? നമ്മൾ അത് പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റാണ്. നമുക്ക് പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റ് അല്ല. നമ്മൾ കൺസെപ്റ്റ് നമ്മൾ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടില്ലേ ബ്രോ? കണ്ടു അല്ല ഞാൻ ചോദിച്ചല്ലോ, അത് കണ്ടു. അല്ല ഞാൻ ജസ്റ്റ് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടോ ചോദിച്ചാ. ഇല്ലല്ല, അത് കൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. നമ്മളെ പ്രകാരമാണ് ഇതൊക്കെ. ഓക്കെ ഓക്കെ. സാറേ യൂറോ USD 1 മിനിറ്റ് ഒരു FEG വന്നിട്ടില്ലേ? ആ ലോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് ഒരു FEG. സിംഗിൾ ക്യാൻഡിലല്ലോ, ലോണോട്ട് ഒരു ക്യാൻഡിൽ ഫുൾ ലോണായിട്ട് കഴിക്കുക. അതായത് 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റ് ആയാലും ഒരു ഫുൾ ബോഡി ക്യാനിൽ ബ്രേക്ക് ചെയ്യണം അല്ലേ? ഒരു ഫുൾ ബോഡി ക്യാൻഡിൽ MSS ഉണ്ടാക്കണം അല്ലേ? ബ്രേക്ക് ചെയ്തില്ല സാർ? അവിടെ റെഡ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തില്ലേ? പക്ഷെ ഇവിടെയും ഒരു വലിയ SL അല്ലേ? ഇപ്പൊ നമുക്ക് എൻട്രി കൺഫേം ചെയ്യാൻ പറ്റുമോ? ക്യാൻഡിൽ ക്ലോസ് ചെയ്യട്ടെ, ഇത് ക്രിയേറ്റ് ആയിട്ടില്ല. ആ ക്യാൻഡിൽ ഇപ്പോഴത്തെ ആ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ വേണം ഇവിടെ 4 മിനിറ്റ് കഴിയണം. മുകളിലത്തെ FEG ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്യപ്പോയോണ്ട് പിന്നെ നോക്കൂ. അങ്ങനെ മേളൊരു FEG മാർക്ക് ചെയ്തിട്ടുണ്ടായില്ലേ? ഞാൻ ഈ ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ്. അല്ല, ആ FEG നമ്മൾ പിന്നെ വാലിഡ് ആയിട്ട് നോക്കുവോ? എൻട്രി പ്ലേസ് ചെയ്യണം? ഇല്ലല്ല, അതിന്റെ ഇത് കഴിഞ്ഞു, അതിന്റെ റിയാക്ഷൻ കഴിഞ്ഞു. ഓക്കെ. അത് ഓൾറെഡി ഒന്ന് ടച്ച് ആയി മിറ്റിഗേറ്റ് ആയി പിന്നെ നോക്കൂല അല്ലേ? ഇല്ലല്ല, ഷോട്ടോ. SL എത്ര പിപ്പാ ബ്രോ വെച്ചിരിക്കുന്നത്? സാർ ഇപ്പൊ കറന്റ് നമ്മള് സെൽ പൊസിഷൻ എൻട്രി ചെയ്യണോ? എൻട്രി ആയിട്ടില്ല, പറയാം.
അല്ല, ഒരു സജഷൻ ഉണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യുമുണ്ടല്ലോ, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, എന്തെന്നാണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത്? അയ്യൊരു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ. ഞാൻ ഇത്രയും നേരം പിന്നെ അതന്നെ പറയണത്. ബ്രോപ്പളാണോ ജോലിയില്ല? ഓക്കെ, നമുക്ക് ഇനി ഇവിടെ ഒരു FEG 1 മിനിറ്റും 30 സെക്കൻഡും ഇത് കഴിഞ്ഞാൽ നമ്മുടെ FEG ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ലിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, സാർ ഇതിപ്പോ 5 മിനിറ്റിലല്ലേ പിന്നെ FEG ക്രിയേറ്റ് ആയിട്ടുള്ളത്? 3 മിനിറ്റിലൊന്നും FEG ഇല്ലല്ലോ അല്ലേ? ഇല്ല, നോട്ടെ, ഇല്ല. അതേ പറഞ്ഞ ടൈം ഫ്രെയിം ഇങ്ങനെ മാറ്റി നോക്കണം. ഓക്കെ. ഇതിപ്പം ട്രേഡ് കിട്ടുകയാണെങ്കിൽ ഏഷ്യന്റെ ലോ വരെയാണോ, അല്ല നിങ്ങൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത മറ്റേ 1:2 ലെവൽ. ഉം. വേണ്ട. ഓക്കെ, ഇവിടെ സെൽ ലിമിറ്റ് പ്ലേസ് ചെയ്യാം കേട്ടോ. 1.10525. സ്റ്റോപ്പ് ലോസ് 10675. ടാർഗറ്റ് 1.10210. സെല്ലെടുക്കാവോ? സെൽ ലിമിറ്റ് പ്ലേസ് ചെയ്യാം 525. ഓക്കെ, സാർ ആ സെൽ ലിമിറ്റ് ഒന്നാണെന്ന് പറയാമോ? അങ്ങനെ സെൽ ലിമിറ്റോ ആ 1.10525. ഇപ്പോൾ 0.5. സാർ ആ SL കൂടെ SL 1.10675. TP 1.10210. 210. Yes. കാണുന്നത് ചിലപ്പോൾ പ്രൈസ് ഇതൊരു ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് താവാനാണ് പ്രൈസ് ചാൻസ് കാണുന്നത്. നമ്മളിപ്പം ട്രേഡ് പ്ലേസ് ചെയ്തല്ലോ, അപ്പൊ ഇത് ഇനി വാലിഡ് അല്ലാണ്ടാകുന്നത് എപ്പോഴാണ്? വാലിഡ് നമുക്ക് ഈ പ്രൈസ് ഇനി നെക്സ്റ്റ് ഒരു FEG-ലോട്ട് അതോ പുതിയൊരു FEG ക്രിയേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് വാലിഡ് ആവില്ല. അഥവാ പ്രൈസ് ഒരുപാട് താഴെ പോയാൽ ഓക്കെ. അപ്പം ഇൻവെന്ററി മിസ്സാവാം, അങ്ങനെ വരാം. ഓക്കെ.
സാർ നമ്മൾ ഈ എഫ് പി ജിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈമിൽ അതിന്റെ കൂടെ വേറെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആവുകയാണെങ്കിലാണ് ഈ എൻട്രി വാലിഡ് അല്ലാണ്ടാവണം. എന്താ ചോദിച്ചാ എങ്ങനെ ആ എന്താ ചോദിച്ചാ ക്ലിയർ ആയില്ല. സാർ ഇപ്പൊ നമ്മളൊരു എഫ് പി ജി ടാർഗറ്റ് ചെയ്ത ആ പൂവിനായിട്ട് നിൽക്കണ്ടല്ലോ, ആ മൂവ് ഈ എൻട്രി വാലിഡ് അല്ലാണ്ടാവേണ്ട ഒരു സിനാറിയോ പറഞ്ഞു തരുമല്ലോ. അപ്പൊ അതിനാണ് ഞാൻ ചോദിച്ചത്. ഒരു എഫ് പി ജി ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഈ എൻട്രി വാലിഡ് അല്ലാണ്ടാവുമെന്നാണ് ചോദിച്ചത്. ഇനി ഒരു എഫ് ഇ ജി പ്രൈസ് ഒന്നുകൂടി ബ്രേക്ക് ആയി താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ എഫ് ഇ ജി പിന്നെ വരടാവില്ല, പിന്നെ ആ എഫ് ഇ ജി ആയിരിക്കും. പക്ഷെ നമുക്ക് ഈ ഒരു ഏരിയ കൂടി നോക്കണം. ഈ ഏരിയ എന്തെങ്കിലും റിയാക്ഷൻ പോയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അത് എടുത്തിട്ട് പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എൻട്രി ലിമിറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ സാർ, ഇപ്പൊ നമ്മൾ പ്ലേസ് ചെയ്യാൻ പോണ ട്രേഡ് ഇല്ലേ, ആ ഓർഡർ ബ്ലോക്കിന്റെ അവിടെ നിന്ന് റിയാക്ഷൻ വന്നിട്ടില്ലല്ലോ, അപ്പൊ അതൊരു പ്രശ്നമാവും. ഓർഡർ ബ്ലോക്കിന്റെ റിയാക്ഷൻ തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെയാണ് എൻട്രി പ്ലേസ് ചെയ്തത്. അല്ല, നേരത്തെ ഓർഡർ ബ്ലോക്ക് സാർ മാർക്ക് ചെയ്തിട്ടില്ല അവിടെ? എഴുതിയതോ? അതെ, അവിടെ നിന്ന് റിയാക്ഷൻ വന്നിട്ട് ഒരു എഫ് ജി വരുന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ചിലപ്പോൾ അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ ഉണ്ടാവാം. ചെറിയ ടൈം എന്താ പറയണ്ട? അപ്പൊ ഓർഡർ ബ്ലോക്ക് പ്രശ്നമാവോ സാറേ? ഈ ഓർഡർ ബ്ലോക്ക് ഫെയിൽ ആവാൻ ചാൻസ് ഉണ്ടാവും. കാരണം ഇവിടെ എന്തെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് എന്തൊക്കെ പ്രൈസ് അപ്രൂവ് പോകുന്നത്. ഒരു ചെറിയ രീതിയിലൊരു സെൻസിബിൾ ലിക്വിഡിറ്റി ആണ് കേട്ടോ. പ്രൈസ് ഇങ്ങനെ ഓരോ ലിക്വിഡിറ്റി റിയാക്ട് ചെയ്ത് പോകുക ചെയ്യുക. അപ്പം എന്ത് ചെയ്യും, ഈ സെൻസിബിൾ റിയാക്ഷൻ എന്ത് ചെയ്യും, നേരെ എഫ് ഇയിലോട്ട് വന്ന് പ്രൈസ് നേരെ ഡൗൺ ആവും. അപ്പോൾ ഈ ഡൗൺ ആവുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും ഒരു എഫ് പി ജി ഓർഡർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതെന്ത് ചെയ്യും, അതെടുത്തിട്ട് വീണ്ടും ഡൗൺ ആവും. ഓക്കെ ഓക്കെ. നിങ്ങൾ ഒരു സിംഗ് എൻട്രി ഏതെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുന്നൊന്ന് നോക്കാൻ പറ്റുമോ? ഗോൾഡിന്റെ റിയാക്ഷൻ എന്ന് പറയും. ഗോൾഡിന്റെ സാർ, ഇപ്പൊ നമ്മളിപ്പോ വേറൊരു എഫ് ഇ ജി ഫോം ആയത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ മാർക്ക് ചെയ്ത എഫ് ഇ ജി ഇൻവാലിഡ് ആവും. വേറൊരു എഫ് ഇ ജി പുതിയ ഇവിടെ ക്രിയേറ്റ് ആയാലോ, പിന്നെ ആ എഫ് ഇ ജി മുന്നാണ് നമ്മൾ പിന്നെ എൻട്രി എടുക്കേണ്ടത്. പിന്നെ ആ എഫ് ഇ ജി മുന്നാണ് എൻട്രി നോക്കേണ്ടത്. ചിലപ്പോൾ ഈ എഫ് ഇ ജിയിലോട്ട് പിന്നെ എപ്പോഴും വരുമ്പോൾ എന്ത് ചെയ്യും, ചെറിയ റിവേഴ്സൽ ഉണ്ടാവും തന്നെ ഉള്ളൂ. പക്ഷെ നമ്മൾ എൻട്രി എടുക്കാൻ പാടില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഒരു പുതിയൊരു എഫ് ഇ ജി ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ എഫ് ഇ ജിയിലോട്ടാണ് നമ്മൾ എൻട്രി നോക്കേണ്ടത്. പുതിയ എഫ് ഇ ജി എന്നാണ് നമ്മൾ ട്രേഡ് നോക്കേണ്ടത്. അതെ അതെ അതെ, പിന്നെ നോക്കേണ്ടത്. ഓക്കെ സാറ് ഇതിപ്പോ ട്രേഡ് എടുത്തിട്ടുണ്ടോ? ഇല്ലല്ല, എടുത്തിട്ടില്ല. പാടി നോക്കിയോ? സ്ലൈഡാണോ? മനസ്സിലായി. അതാ വിളിക്കണ്ടാവും.
ചെയ്തിട്ടോ? എന്തോ എന്താണ് ബേസൽ ബ്രോ മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാവോ? മൈക്ക് ഓഫാണല്ലോ. ഹലോ ഹലോ പറയൂ. സാർ നമ്മൾ യൂറോ GBP നോക്കുന്നുണ്ടല്ലോ? ഇല്ലല്ല. ഗോൾഡ് നോക്കുന്നില്ല അല്ലേ? ഗോൾഡ് ലണ്ടനിൽ നോക്കാറില്ലല്ലോ. സാറേ പറഞ്ഞേ. ഗോൾഡ് നമ്മൾ ന്യൂയോർക്കിലാണ് കാര്യമായിട്ട് നോക്കിയത്, ലണ്ടനിൽ നമ്മൾ നോക്കിയത്. ആ ടൈമിൽ ലൈവ് കാണുമോ? ലൈവ് നമുക്ക് അടുത്ത മാസം ഇതിലാക്കാം ന്യൂയോർക്കിൽ. ക്രിയേറ്റ് ആണെങ്കിൽ ഇപ്പൊ ഓർഡർ എങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ കറന്റ് റൺ ചെയ്തില്ലേ? ഇതിപ്പോ നമ്മുടെ ഇപ്പൊ നമ്മളെ ഹീറ്റ് ചെയ്ത ടാർഗറ്റ് കഴിഞ്ഞ് അവിടെ ഒരു SPG ക്രിയേറ്റ് ആവാണെങ്കിൽ പ്രീവിയസ് SPG ഇൻവാലിഡ് ഇൻവാലിഡ് ആവാന്നുള്ളതല്ല, FPG-ലോട്ട് അഥവാ അതിപ്പോ മിറ്റിഗേറ്റ് ആവാത്തൊരു FPG ആണ്. മിറ്റിഗേറ്റ് ആവാത്ത FPG ഇങ്ങോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു റിയാക്ഷൻ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു എൻട്രി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എൻട്രി ഇനി ഇവിടെ ഒരു FPG ക്രിയേറ്റ് ആവണമെങ്കിൽ അവിടെ നിന്ന് എടുക്കാൻ പാടുള്ളൂ. എന്താ പറഞ്ഞ ക്ലിയർ ആയില്ല. ഇപ്പൊ ഇവിടെ ഒരു FPG ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ FPG-ലോട്ട് പ്രൈസ് വന്നിട്ടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അത് പ്ലേസ് വരുന്ന വെച്ചാൽ അതിന്റെ ഉള്ളിൽ ഇൻസൈഡ് കേറിട്ട് ഡൗൺ ആവണമെന്നാണോ? അതെ ഡൗൺ ഇൻസൈഡിലേക്ക് വന്നിട്ടില്ല പ്രൈസ്. അപ്പോ വേറെ ഒന്ന് മ്യൂട്ട് ചെയ്യുമ്പോഴാണ്
ഇപ്പൊ എൻട്രി എടുത്തിട്ടുണ്ടോ അതോ ഇനി എൻട്രി ആകുന്നതേ ഉള്ളോ? എൻട്രി എടുത്തിട്ടില്ലല്ലോ, എൻട്രി ആക്ടിവേറ്റ് എടുത്തിട്ടില്ല, ആയിട്ടില്ല. എൻട്രി എടുത്തില്ല, ട്രിഗർ ആയിട്ടില്ല, അഥവാ ആക്റ്റീവ് ആയിട്ടില്ല. ഇപ്പൊ നോക്കാം, നമുക്ക് ഇവിടെ അപ്പൊ സാർ FEG ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നെക്സ്റ്റ് FEG-ലോട്ട് പ്രൈസ് നോക്കോ? വന്നിട്ടില്ല. ആ ഓക്കെ, പ്രൈസ് വരാത്ത സ്ഥിതിക്ക് ഭാവിയിൽ പ്രൈസ് വരുമ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. ചെറിയ റിയാക്ഷൻ ഉണ്ടോ, എൻട്രി എടുക്കാൻ പറ്റിയ ചിലപ്പോൾ റിയാക്ഷൻ ഉണ്ടായിക്കോണമെന്നില്ല. അതിന്റെ റിയാക്ഷൻ ഇപ്പൊ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഈ സെഷനിലായതുകൊണ്ട്, ഈ ടൈമിലായതുകൊണ്ട് നമുക്ക് ഇപ്പൊ എടുക്കാം. പക്ഷെ ഭാവിയിൽ ചിലപ്പോൾ ഒരു ന്യൂ ഇയർക്കിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതൊരു ടൈമിൽ ചിലപ്പോൾ നമുക്ക് വരാം. സാർ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പ്ലേ ആവുന്ന ക്യാൻഡിലില്ലേ, ഇപ്പൊ അതിന്റെ മുകളിൽ ഒരു FUG സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണോ നമ്മൾ ട്രേഡ് നോക്കുന്നുണ്ടാവുക? അവിടെ നിന്നാണ് ട്രേഡ് നോക്കുന്നുണ്ടാവുക. പക്ഷെ ഇവിടെ ഓൾറെഡി സെൽസുകൾ എടുത്തുകൊണ്ട് ഇനി ട്രേഡ് നോക്കുന്നത് റിസ്ക് ആണ്. ഇപ്പൊ ഉള്ള ലെവലിന് പ്രൈസ് ഇങ്ങോട്ട് വന്നിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എൻട്രി നോക്കാം. അല്ലാത്ത സ്ഥിതിക്ക് ഇനി വീണ്ടും പ്രൈസ് ഈ ഒരു സെൽസൈഡ് വരെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ എൻട്രി മിസ്സായി നടക്കും, എൻട്രി ഉണ്ടാവില്ല. നമുക്ക് എത്ര സമയം വരെ വെയിറ്റ് ചെയ്യാം? ടൈം പീരീഡ് ഉണ്ടോ? 2 മണി വരെയൊക്കെ നോക്കാം. 2:30 വരെ. 2 മണി 2 വരെയൊക്കെ ട്രേഡ് നോക്കാം ലണ്ടൻ സെഷനിൽ. ഓക്കെ. സാറേ GBP USD ഇപ്പൊ എൻട്രിക്ക് വല്ല പോസിബിലിറ്റി ഉണ്ടോ? USD എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓർഡർ ബുക്ക് കാണുന്നുണ്ട്. അപ്പോൾ റിവാർഡ് ഓക്കെ ആവില്ല, റിസ്ക് റിവാർഡ് ഓക്കെ ആവില്ല. അങ്ങനെ നോക്കാത്തത്. പ്രൈസ് പോയിട്ടോ ലിമിറ്റഡ് ഡിലീറ്റ് ചെയ്തോ. സാറേ യൂറോ USD 1 മിനിറ്റിലൊരു ഇതില്ലേ ഓർഡർ ബ്ലോക്ക്? ഇതാണോ? ആ അതെ, അവരെടുത്തില്ലേ FEG. ഈ ഓർഡർ പ്ലേസ് ചെയ്ത് ഡിലീറ്റ് ചെയ്തോളൂ കേട്ടോ. അവിടെ ഒരു FCG ഇല്ലേ 1 മിനിറ്റില്? ഗവൺമെന്റിൽ FEG ഉണ്ട്, അതെടുത്തിട്ടാണ് ഇപ്പോൾ ഡൗൺ ആയിട്ടുള്ളത്. നമ്മളെന്ന് വെച്ചാൽ ഇവിടെ സെൻസർ എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതിന്റെ റിയാക്ഷൻ ചിലപ്പോൾ ആ ഒരു പേയ്മെന്റ് FEG-ലോട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. സാർ നമ്മളെ സെൽ ലിമിറ്റ് എടുത്ത് കളയല്ലേ? ആ, സെൽ ലിമിറ്റ് ഇട്ടോളൊക്കെ ഡിലീറ്റ് ചെയ്തോളൂ. ഓക്കെ, നാളെ നോക്കാം.
ഗോൾഡ് ചോദിച്ചു. ഗോൾഡിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡിന് ഒരു FEG കൂടി ഇവിടെ ക്രിയേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബൈ ആൻഡ് നോക്കാൻ പറ്റും. FEG കൂടി ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ കഴിഞ്ഞ് 2 മണിക്കൂർ എടുക്കും. ഓക്കെ, 2 മണിക്കൂർ കഴിഞ്ഞായിരിക്കും FEG ക്രിയേറ്റ് ആകാൻ എത്തിക്കഴിഞ്ഞാൽ ഒരു ബൈ ചാൻസ് കാണുന്നുണ്ട്. ഇതൊക്കെയുള്ള കാരണം വീക്കിലിയിൽ ഒരു FEG എടുത്തിട്ടുണ്ട്. വീക്കിലിയിൽ കാണാൻ പറ്റും FEG പ്ലസ് ബ്രോ ഗോൾഡില് FEG ഇപ്പൊ ക്രിയേറ്റ് ആകുവാണ്. ബ്രോ 2 മണിക്കൂർ കഴിയുമ്പോൾ വാട്സാപ്പിൽ അപ്ഡേറ്റ് ചെയ്യൂ. യൂറോസ്റ്റ് അത് ഇൻവാലിഡ് ആണോ? ടീപ്പിന് താഴെ പോയല്ലേ? സെല്ലിമിറ്റ് ക്യാൻസൽ ആക്കണോ? ഗോൾഡില് ഓൾറെഡി ഒരു FEG ക്രിയേറ്റ് ആയിട്ടില്ലേ 1 hour ചാർട്ടില്? ഓക്കെ. സിംട്രോയിഡൊക്കെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ പ്രൈസ് സിംട്രോയിഡ് ഇപ്പം നിലവിൽ ഒന്നും വന്നിട്ടില്ല. ഓക്കെ, അതാണ് ഇപ്പോൾ നമ്മൾ പറയാത്തത്. നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചപ്പോൾ നിലവിൽ ഗോൾഡില് 92 നല്ലൊരു FEG ഇല്ലേ 15 മിനിറ്റില് 992 ഏരിയ. നമ്മൾ ലണ്ടനിൽ ട്രേഡ് നോക്കാറില്ല. 92 ഏരിയ അവിടെ 3 ക്യാൻഡിലില്ലേ 15 മിനിറ്റ് ഇല്ല. ഫുൾ വോളിയം ക്യാൻഡിൽ എത്ര 3000 ഉണ്ടോ? 2992 92 3 ഫുൾ വോളിയം ക്യാൻഡിലില്ലേ മിഡില്. ഇതാണോ പറയുന്നത്? ഏഷ്യൻ്റെ 15 മിനിറ്റ് 15 മിനിറ്റ് ഏഷ്യൻ. അതാ അവിടെ എടുത്തിട്ടില്ലേ? അത് FEG ഉണ്ട്. ഓക്കെ, അതിന് ന്യൂയോർക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി നോക്കാൻ പറ്റുള്ളൂ അവിടെ നിന്നല്ലേ? ഓക്കെ അതാ ചോദിച്ചു. സാറേ പക്ഷെ നമ്മള് മറ്റേ എന്താ ഗോൾഡിൽ പറഞ്ഞ കാര്യം തന്നെ മുകളിൽ ഒരു FEG ഉണ്ടായിരുന്നില്ലേ 15 മിനിറ്റിൽ തന്നെ, അവിടെ നിന്ന് റെസ്പെക്ട് ആയി പോകാനും ചാൻസ് ഉണ്ടോ? അതെ, അവിടെ നിന്ന് റെസ്പെക്ട് ആയി പോകാൻ ചാൻസ് ഇല്ലേ? അവിടെ മാർക്കറ്റ് സെക്ഷൻ ഉണ്ടായ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ നോക്കണം. അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഇവിടുന്ന് 50 മിനിറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഡയറക്റ്റ് 50 മിനിറ്റിൽ കയറുന്നു. 3 മിനിറ്റിലോട്ട് മാറ്റിയതിന് ശേഷം കൺഫർമേഷൻ കിട്ടണം മാത്രം. കൺഫർമേഷൻ എങ്ങനെയായിരിക്കും സാർ? അത് എന്തായിരിക്കും? തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റി നോക്കില്ല, അതേപോലെ തന്നെ 1 മിനിറ്റോ 3 മിനിറ്റിലോ ഒരു സിംഗിൾ കാർഡിലൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഈ ടൈം കൂടി ആവണം കേട്ടോ. ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ ടൈമുകളിൽ സംഭവങ്ങൾ നടക്കണം. കേട്ടില്ല. അതായത് ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ലണ്ടൻ സെഷൻ ആണെങ്കിൽ ഈ സെഷന്റെ ടൈമുകളിൽ തന്നെ കാര്യങ്ങൾ നടക്കണം.
എന്നാലേ എൻട്രി നോക്കാൻ പാടുള്ളൂ. ആ കിൽ സോണിന്റെ ഉള്ളിലാ? കിൽ സോണിന്റെ ഉള്ളിൽ. അതായത് ആ സമയത്ത് അവിടെ വന്നതിന് ശേഷം നമുക്ക് 3 മിനിറ്റ് ഓർ 5 മിനിറ്റിൽ അവിടെ നിന്ന് ഒരു കിട്ടണം, ടൈഗർ കിട്ടണം. ഓക്കെ. യൂറോ ജി ബി പി എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോൾ ഒരു പൈസയുടെ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. 2024 ഓഗസ്റ്റിലുള്ള ഒരു ഹൈ എന്ത് ചെയ്തിട്ടുണ്ട്? ഷീപ്പ് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് സെൽ എടുക്കാൻ പറ്റുമോ നമുക്ക്? ഇവിടുന്ന് ഡയറക്റ്റ് സെൽ എടുക്കാൻ പാടില്ല. ഇവിടുന്ന് എന്ത് ചെയ്യണം? ഈ 4 hourൽ എന്ത് ചെയ്യണം? ഒരു MSS കിട്ടണം. 4 hourൽ MSS എന്ന് പറയുമ്പോൾ MSS അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ലോവറിലോ ബ്രേക്ക് ചെയ്യണം. ട്രെൻഡ് ഡൗൺ ആവണം. ലോവറിലോ ബ്രേക്ക് ചെയ്യാൻ എങ്ങനെ? സ്ട്രക്ചർ എന്ത് ചെയ്യണം? ഒരു ഡൗൺ മുകളിലോട്ട് പോയി ഇങ്ങനെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സെറ്റ് നോക്കാം. അത് ഇതേപോലെ സ്ട്രക്ചർ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത ഒരു MSSഉം FEGയും നോക്കി നമുക്ക് എൻട്രി എടുക്കത്തില്ലേ? അങ്ങനെ അവിടെ നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സെറ്റ് നോക്കാൻ പറ്റും. 4 hourലുണ്ട്. 4 hourൽ MSS FEG കിട്ടണം. FEGയും 4 hour തന്നെ കിട്ടണോ? അതെ കിട്ടണം. ഓക്കെ ഓക്കെ. അപ്പൊ അതിലും റിസ്ക് റിവാർഡ് 1:2 തന്നെയല്ലേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 1:2 എപ്പോഴും ഫസ്റ്റ് ടാർഗറ്റ് 1:2 ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ കാണാം. നെക്സ്റ്റ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഇനി ഒരു FEG താഴെ വരില്ലേ? അപ്പോൾ ഇവിടെ നെക്സ്റ്റ് FEG എന്ന് പറയാൻ മാത്രമുള്ള ഈ ഒരു ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ വരെ ടാർഗറ്റ് കാണാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു 1:5 ഒക്കെ റിവാർഡ് ഉണ്ടാവാറുണ്ട്. 1:5 1:4 ആ ലെവലിലൊക്കെ ഉണ്ടാവും. എന്തായാലും 1:2ന്റെ മുകളിൽ ഉണ്ടാവാറുണ്ട് സിമ്പിളുകളൊക്കെ. സാറിന്റെ സൗണ്ട് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കിയ നല്ലതായിരുന്നു. സാറേ നമ്മളിപ്പോ ഇപ്പൊ മുകളിലത്തെ ലിക്വിഡിറ്റി എടുത്തല്ലോ, നമ്മളപ്പോ അത് ചെറിയ ടൈം ഫ്രെയിമിൽ എന്താ MSS FEG നോക്കാത്ത? അതായത് 5 മിനിറ്റിലോ 15 മിനിറ്റിലൊക്കെ എന്താ നോക്കാത്ത? 4 hour തന്നെ നോക്കുന്നത്? നമ്മൾ സിം ട്രേഡ് അല്ല നോക്കുന്നത്. ഓക്കെ ഓക്കെ. സിം ട്രേഡ് ആണ്. സിം ട്രേഡിന്റെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ഓക്കെ ഓക്കെ. 5 മിനിറ്റും 50 മിനിറ്റും ഒക്കെ ഇൻട്രാഡ ലെവലിലാണ്. ഇൻട്രാഡേക്കാണ് നമുക്ക് ആ ടൈം ഫ്രെയിം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സിം ട്രേഡും ഒക്കെ മാക്സിമം 4 hour 1 hour മാക്സിമം എൻട്രി എടുക്കാൻ നോക്കുക. നമുക്ക് വേണമെങ്കിൽ 4 hour ലിക്വിഡിറ്റി മാർക്ക് ചെയ്തേ ഇൻട്രാഡേ പോലെ 5 മിനിറ്റിൽ MSS FEG ക്രിയേറ്റ് ആക്കി അങ്ങനത്തെ ട്രേഡ്സ് എടുക്കത്തില്ലേ? ഇൻട്രാഡേ ലെവലിൽ നമ്മൾ നോക്കാറില്ല. നമ്മൾ ആകെ സെഷനിൽ ഉള്ള എൻട്രി സെഷൻ നോക്കാറുള്ളൂ അല്ലേ? അങ്ങനെയും സിം ട്രേഡ് മാത്രമാണ്. വേറെ ഇൻട്രാഡേ രാവിലെ ഒരു പോസ്റ്റ് എടുത്തിട്ട് രാത്രി വിൽക്കുക ലെവലിലുള്ള ട്രേഡുകളില്ല. ഓക്കെ. അപ്പോൾ യൂറോ GBPന്റെ കേസ് ഇതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഡയലിയിൽ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. ഇനി 4 hourൽ ഒരു MSS കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെല്ല് നോക്കാം. എൻട്രി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പിലിടാം. ഓക്കെ. അതേപോലെ MST കാർഡിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ MST കാർഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സെൽസോട്ട് ഗ്രാബ് ചെയ്തിട്ടുള്ള 2023 സെപ്റ്റംബറിലുള്ളൊരു ലോണാണ്. ഗ്രാബ് ചെയ്തിട്ടുള്ളത്. ഇനി 4 hour വരിക. 4 hour 5 hour വരിക. ഇവിടെ നമുക്ക് ചെയ്യണം ഒരു MS ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് FEG കിട്ടണം. അതേപോലെ ക്യാഡ്. പിന്നെ നമ്മൾ 1 hourലേക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഷിഫ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? 4 hourൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും? ഒരു സിംഗിൾ ക്യാൻഡിലും ഇതൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 4 hour തന്നെ കയറാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 1 hour കൺഫ്യൂഷൻ ആണ്. പിന്നെ അതേപോലെ AUD കാർഡാണെന്നുണ്ടെങ്കിൽ 2023 ഒക്ടോബർ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് CP ചെയ്തിട്ടുണ്ട്. ലിക്വിഡിറ്റി ഗ്രാഫ് നടന്നു. ഇതിലൂടെ തന്നെ നമുക്ക് ഒരു MSS കിട്ടും.
പ്ലസ് FEG ഓവറോൾ കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വഴി നോക്കാം. സിംപ്ലോഡ് എന്ന് വെച്ചാൽ കിട്ടുമ്പോൾ ഒരുപാട് ഫെയറുകളുടെ എൻട്രികൾ വരും. പക്ഷെ എൻട്രി തീരല്ലാത്ത ടൈമിൽ ഒരു ഫെയറിലും ഉണ്ടാവില്ല. അപ്പോഴത്തെ ഈ ഒരു 1 വീക്ക് അഥവാ ഈ വീക്കായിട്ട് ഇപ്പോൾ ആകെ കിട്ടിയിരിക്കുന്നത് GBP സ്റ്റോപ്പ് ലോസ് അടിച്ചു. സാറ് പറയണ കേൾക്കുന്നില്ലേ? ഭയങ്കര മഫിൾഡാ. ആണോ? ഹലോ, ഓക്കെ ആണോ? അപ്പോൾ എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? ഇപ്പൊ സൗണ്ട് ഉണ്ട് സാർ. സൗണ്ട് ഉണ്ടോ? ഓക്കെ ഓക്കെ. ഇപ്പോൾ USDT ഡാലിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ലിക്വിഡിറ്റി ഗ്രാബ് നടന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ലോൺ സെൽസിയുടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നേരെ എന്ത് ചെയ്യുക, 4 5 എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അതായത് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ സിംപ്ലോഡ് ആണ്. അപ്പോൾ ഇനി ചിലപ്പോൾ ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് വീക്കൊക്കെ ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സിംഗ് ട്രേഡ് എടുക്കുന്ന വെയിറ്റിംഗ് ഹലോ ഉണ്ടാവും. നമ്മൾ സിംഗ് ട്രേഡ് എടുക്കുന്ന സമയത്ത് ഈ ഓർഡർ ബ്ലോക്കുകളെ നമ്മൾ അത് റെസ്പെക്ട് ചെയ്ത് പോവും, അങ്ങനെ തന്നെയാണോ വരിക? നമ്മൾ സിംപ്ലോഡ് നോക്കുമ്പോൾ ഓർഡർ ബ്ലോക്ക് പ്ലസ് FEG ആണ് നോക്കുക. രണ്ടും നോക്കിയിട്ടാണ് നോക്കുക. ക്ലിയർ ആയോ പറഞ്ഞേ? അല്ല, നമ്മൾ ഇപ്പോൾ 1:2 അല്ലെങ്കിൽ 3 റേഷ്യോയിലൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ടാർഗറ്റ് കുറച്ച് കൊടുക്കണം. ടാർഗറ്റ് അവിടെയാണ് വെക്കുക. നെക്സ്റ്റ് ലിക്വിഡിറ്റി അഥവാ ഇപ്പോൾ നെക്സ്റ്റ് സെൽസൈഡ് ലിക്വിഡിറ്റി ഇത്, ഈ നെക്സ്റ്റ് ബൈസൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഒരു FEG ഓർഡർ ബ്ലോക്കുകൾ ഉണ്ടാവാം. ഡാലിയിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു FEG കാണുന്നുണ്ട്, ഇവിടെ FEG കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ ഫുള്ളൊരു ഓർഡർ ബ്ലോക്കാണ്. ഇവിടെ എന്താണ് വീക്കിലി നോക്കുമ്പോൾ അവിടെ നല്ലൊരു ഓർഡർ ബ്ലോക്കാണ്. കണ്ടോ? നമ്മൾ ടാർഗറ്റ് എന്ത് ചെയ്യുക, ഈ ഒരു ഹൈയിൽ വരെ കാണാൻ പാടില്ല. നമ്മൾ ടാർഗറ്റ് ഈ ഒരു ഏരിയ വരെ മാത്രമേ കാണാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ചിലപ്പോൾ എന്ത് സാർ, നമ്മുടെ ചെയ്യും, ഇത് ഫെയിലാവാം. ഇത് ഫെയിലാവാം എന്നുള്ളത് എങ്ങനെ നോക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൈസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊരു അഥവാ ഇതിൻ്റെ ഈ ഏരിയയിൽ പ്രൈസ് എന്ത് ചെയ്യണം, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് ഇവിടുന്ന് ബുള്ളിഷ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടുന്ന് പ്രൈസ് പോയി കഴിഞ്ഞാൽ ഈ FEG അഥവാ ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് പ്രൈസ് വന്നു കഴിഞ്ഞാൽ നേരെ ഡൗൺ വരാം, റിയാക്ഷൻ തരാം. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ തരുമ്പോൾ ഈ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ഉണ്ടല്ലോ, ഈ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതൊരു FEG ആയി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ FEG-ലോട്ട് പ്രൈസ് വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും മുകളിലോട്ട് തന്നെ പോകാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഇവിടുന്ന് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇവിടുന്ന് എക്സിറ്റ് ആവുക. എന്നിട്ട് ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് വീണ്ടും പ്രൈസ് ഈ ഒരു FEG-ലോട്ട് പ്രൈസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വീണ്ടും പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും കൺഫർമേഷൻ നോക്കിയിട്ട് വീണ്ടും റീ എൻട്രി കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ റീ എൻട്രിയോട് കൂടി നമുക്ക് ഇവിടുന്ന് ഈ നെക്സ്റ്റ് ലിക്വിഡിറ്റി വരെ ടാർഗറ്റ് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ പ്രൈസ് എന്ത് ചെയ്യും, ചിലപ്പോൾ പ്രൈസ് ഇവിടുന്ന് വീണ്ടും ഡൗണിലോട്ട് പോകാം. അപ്പോൾ ഡൗണിലോട്ട് പോകുമ്പോൾ ചെയ്യണം, ഇവിടുന്ന് വീണ്ടും കൺഫർമേഷൻ നോക്കിയാൽ വീണ്ടും എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീണ്ടും ലോക്ക് പിന്നെ ഡൗണിലോട്ടാണ് നമ്മൾ എൻട്രി നോക്കേണ്ടത്. അങ്ങനെ ഡൗണിലോട്ട് നോക്കുമ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരെ എൻട്രി കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സിംപ്ലോഡ് നോക്കുക. ഓക്കെ,
അപ്പോൾ നമുക്കിത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്ട്രക്ചർ മനസ്സിലാവണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാർക്കറ്റിൽ ഡയലി അരമണിക്കൂർ സ്പെൻഡ് ചെയ്യണം, മാർക്കറ്റ് സ്ട്രക്ചർ മനസ്സിലാക്കണം, ഡയലി ഹയർ ഹൈ ഹയർ ലോ മാർക്ക് ചെയ്യുക, മാർക്കറ്റിൽ അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുക. സാറേ നമ്മൾ ഈ ഹയർ ലോ ഹയർ ഹൈ ഒക്കെ എങ്ങനെ മാർക്ക് ചെയ്യണം, അതിന് വല്ല ഇതുണ്ടോ? എങ്ങനെ? ഇപ്പൊ നമ്മൾ ഒരു സാറ് പറഞ്ഞില്ലേ ഇവിടുന്ന് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് വേണം, അതെങ്ങനെയാ സാർ അവിടെ മാത്രം വരാം? അതിന്റെ അടിയിൽ സാർ ഇതിനു മുമ്പ് ഒരു പാഡ് എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ അടിയിലുള്ള ഹൈനെയാ മാർക്ക് ചെയ്തത്. ഈ പ്രാവശ്യം സാർ ഏറ്റവും ഹൈനെ മാർക്ക് ചെയ്ത് അവിടുന്ന് ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അതെങ്ങനെയായിരിക്കും? ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലായില്ല, പറഞ്ഞു. സാർ ഇപ്പൊ AUD നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തില്ലേ, സാറ് പറഞ്ഞില്ലേ ഇവിടുന്ന് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വിംഗ് ട്രേഡ് നോക്കാൻ അവിടെ തന്നെ. പക്ഷെ ഇതിനു മുമ്പ് ഒരു പാരല് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേമാതിരി തന്നെ. അത് ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് തന്നെ ഇത് കണ്ടോ ഇത് സാറ് മാർക്ക് ചെയ്തിരിക്കണത് നിലത്തല്ലേ? മാർക്ക് ചെയ്തിരിക്കണത് ഇതിപ്പോ സാർ ഇവിടുന്നല്ലേ പറഞ്ഞ അവിടുന്ന് ഒരു MSS കിട്ടിയാൽ മാത്രമല്ല നമുക്ക് സ്വിംഗ് ട്രേഡ് നോക്കാൻ പറ്റത്തുള്ളൂ. അതെന്താ അതിന്റെ മുകളിലാവാണ്ടിരുന്നെ MSS? ഇതിന്റെ മുകളിലോ? ഇതല്ലേ ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ. നമുക്ക് അദ്ദേഹം പറഞ്ഞു സ്ട്രക്ചർ മനസ്സിലാവുന്ന പറഞ്ഞില്ല. അപ്പൊ നമുക്ക് ആദ്യം ട്രെൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, അഥവാ നോക്കുക. അപ്പൊ ഇവിടെ എന്താണ്, ഇതാണ് ഹയർ ഹൈ, സോറി ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. പിന്നെ ഇത് പ്രൈസ് നേരെ നല്ലൊരു ഫോർ വന്നു, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ. ഇതാണ് ലാസ്റ്റ് ഉണ്ടാക്കിയത്, റീസെന്റ് ഉണ്ടാക്കിയ ലോവർ ഹൈ ബ്രേക്കിംഗിലാണെങ്കിൽ. പിന്നെ റീസെന്റ് ഉള്ള ഹൈ അറിയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ സാർ നമ്മൾ ഈ ടൈം സോണേ ഇപ്പൊ നമ്മുടെ ലണ്ടൻ ടൈം സോൺ ഇൻഡിക്കേറ്റർ പകരം 2:30 അല്ലേ? ചില ഇൻഡിക്കേറ്റേഴ്സിൽ 3:30 വരുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താണോ? നമ്മുടെ ലണ്ടൻ കിൽ സോൺ ഇല്ലേ? അല്ല, നമ്മുടെ ലണ്ടൻ കിൽ സോൺസ് എൻഡ് ചെയ്യുന്ന 2:30 അല്ലേ? ചില ഇൻഡിക്കേറ്റേഴ്സിൽ 3:30 ഒക്കെ വരുന്നുണ്ടല്ലോ. ഇതേപോലെ നമ്മൾ സെഷൻസിന്റെ ഈ ഇൻഡിക്കേറ്റർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് ടൈം സോൺ നമ്മളിവിടെ എഡിറ്റ് ചെയ്യണം. ഞാൻ ഇതിന്റെ ടൈം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതാണ് ഞാൻ ചോദിച്ചത് സാറ് എഡിറ്റ് ചെയ്ത് 2:30 ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ 2:05 ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യുക, 3:05 ആക്കുക. ഇതൊക്കെ അമേരിക്കൻ ടൈമാണ്. അമേരിക്കൻ ടൈം പറയുമ്പോൾ ഞാനൊക്കെ നോക്കുന്നത് UTC -4 അമേരിക്കൻ ടൈമിലാണ് നോക്കുന്നത്. ന്യൂയോർക്കിലല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇന്ത്യൻ ടൈമുകളാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അഥവാ 3 മണി പറഞ്ഞാൽ 12:30, 5 മണി പറഞ്ഞാൽ 2:30, 10 മണി എന്ന് പറയുമ്പോൾ. സാറ് സംസാരിക്കുമ്പോൾ വോയിസ് കുറഞ്ഞു പോകുന്നുണ്ട്. ഫസ്റ്റ് സാറ് ഓക്കെ ആണെന്ന് ചോദിക്കുന്നത് കേൾക്കുന്നുണ്ട്, അതായത് നോർമലി സംസാരിക്കുമ്പോൾ വോയിസ് കേൾക്കുന്നില്ല. അതിപ്പോ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു. സൗണ്ട് ഭയങ്കര അതെ. ഓക്കെ ആണോ? ഹലോ, ഇപ്പൊ ഓക്കെ ആണ് സാർ. ഓക്കെ സാർ നേരത്തെ പറഞ്ഞപ്പോ ഓക്കെ ആയിരുന്നു. ഓക്കെ നേരത്തെ സാർ പറഞ്ഞപ്പോ ഓക്കെ ആയിരുന്നു. പിന്നീട് നോർമലി സംസാരിക്കുമ്പോൾ ആ വോളിയം കുറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കിൽ സോൺ ലണ്ടൻ ഓപ്പൺ, ഇത് ടൈം എന്ന് പറയണത് 3 മണി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 12:30 വരിക, ഇത് 2:30 വരിക. അതേപോലെ 10 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 7:30 വരിക, ഇത് 9:30 വരിക, 12:30. ഓക്കെ.